ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് ആഫ്റ്റർനൂൺ ആയിട്ടുണ്ടായിരിക്കും. എൻ്റെ ഈ ഒരു കോലം നിങ്ങൾ ഇഗ്നോർ ചെയ്യാട്ടോ. രാവിലെ ഞാൻ ഏകദേശം ഒരു 8 മണി 8:30 എണീറ്റതാണ്. ഈ ഒരു നേരം ആകുമ്പോഴേക്ക് ഫുൾ പാക്കിംഗ് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി ഒരു ഇൻട്രോ എടുക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ വീണ്ടും നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഒക്കെ പോയിരിക്കുകയാണ്. എല്ലാ തവണയും ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു വള്ളിക്കെട്ട് ചെറുതായിട്ട് അതിൽ വരാറുണ്ടല്ലോ, പ്രത്യേകിച്ച് നമ്മൾ ഫ്ലൈറ്റ് എടുക്കുന്ന അവസരങ്ങളിൽ. അപ്പോൾ ഇത്തവണ അത് നേരത്തെ വന്നു. ആ ഒരു കഥയൊന്ന് ചെറുതായി പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ഒരു ട്രാവൽ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് എന്തായാലും നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫ്ലൈറ്റ് 8:40 ഇവിടുന്ന് ഒമാൻ. പിന്നെ അത് കഴിഞ്ഞ് ഒമാനിൽ നമുക്കൊരു 9 മണിക്കൂർ ലേ ഓവർ വരുന്നുണ്ട്. അവിടെ നമ്മളൊരു ട്രാൻസിറ്റ് ഹോട്ടൽ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒമാനിന്ന് കാലിക്കറ്റിലോട്ട്. ഇതാണ് നമുക്ക് കിട്ടിയ ചെറിയ പണിയൊന്ന് ഞാൻ ഷോർട്ടാക്കി പറയാട്ടോ. യുവിയും വിഷ്ണുവും കൂടെ പുറത്തൊന്ന് പോയിരിക്കുകയാണ്. കാരണം ഇന്നലെ നമ്മൾ പാക്ക് ചെയ്യുന്നിടയിൽ യുവിയുടെ ഡയപ്പർ ബാഗിന്റെ സിബ് കേട് വന്നു. അപ്പോൾ അതൊന്ന് ശരിയാക്കാൻ വേണ്ടി അവർ പുറത്തു പോയിരിക്കുകയാണ്. അപ്പോൾ ഇത്തവണ കിട്ടിയ ഷോർട്ട് പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മേക്ക് മൈ ട്രിപ്പ് വഴിയാണ് ഏകദേശം 2 ആഴ്ച മുന്നേ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ടിക്കറ്റ് വരുന്നത് സിംഗിൾ ടിക്കറ്റാണ് വരുന്നത് ഇവിടുന്ന് കാലിക്കറ്റ് വരെ. പക്ഷെ ഒമാനിൽ 9 hours നമുക്ക് ലേ ഓവർ വരുന്നുണ്ട്. ഇത് രണ്ടും നമ്മൾ ബിസിനസ് ക്ലാസ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം യുവിനെ വെച്ചിട്ട് അതായിരിക്കും നമുക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കാന്ന് വിചാരിച്ചിട്ട്. മേക്ക് മൈ ട്രിപ്പിൽ നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള ടിക്കറ്റ്സിൽ 2 ബിസിനസ് ക്ലാസ് ആണ് കാണിക്കുന്നത്. പക്ഷെ ഇന്നലെ നമുക്ക് ഒമാൻ എയർവേസ് ഒരു ഇമെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് ഒമാൻ ടു കാലിക്കറ്റ് എക്കണോമിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തതും ഒന്ന്, കിട്ടിയത് വേറൊന്ന്, നമ്മൾ എക്സ്ട്രാ പേ ചെയ്തു എന്നൊക്കെ നമുക്ക് മനസ്സിലായി ഞാൻ ഉദ്ദേശിച്ചത് എന്താന്നുള്ളത്. അപ്പോൾ നമ്മൾ പേ ചെയ്ത എമൗണ്ടിന് മറ്റേ സർവീസ് കിട്ടുന്നില്ല, അങ്ങനത്തെ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ നമുക്ക് തോന്നുമല്ലോ. അപ്പൊ അതിനുവേണ്ടി ഒമാൻ എയർവേസിലും മേക്ക് മൈ ട്രിപ്പിലും വിളിച്ചു കഴിഞ്ഞിട്ട് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കുക എന്നല്ലാതെ ഇതിനൊരു സൊല്യൂഷൻ നമുക്ക് കിട്ടുന്നില്ല. നമുക്ക് 9 മണിക്കൂർ ലേ ഓവർ വരുന്ന സമയത്ത് നമ്മൾ ഇനീഷ്യലി വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അവിടെ ലോഞ്ച് ആക്സസ് ചെയ്യാം. അവിടെ 1-2 hours ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് റൂമിൽ പോകാന്നുള്ളതായിരുന്നു. പക്ഷെ നെക്സ്റ്റ് ടിക്കറ്റ് നമുക്ക് ബിസിനസ് ക്ലാസ് അല്ലാത്തത് കാരണം നമുക്ക് അവിടെ ബിസിനസ് ക്ലാസ്സിന്റെ ലോഞ്ച് ഇപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന രണ്ടും ഈ ക്ലാസ് ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ ലാസ്റ്റ് മിനിറ്റ് കൺഫ്യൂഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇത് സോർട്ട് ചെയ്യാൻ പോകണമെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അവർ വേണമെങ്കിൽ ഖത്തർ എയർവേസിലോട്ട് മാറ്റി തരാം ടിക്കറ്റ് എന്ന് ആദ്യം പറഞ്ഞു. ഇപ്പം അത് പറ്റില്ല എന്ന് പറയുന്നു. ഇപ്പോൾ നമ്മളെ മേക്ക് മൈ ട്രിപ്പിലോട്ട് തട്ടും, പിന്നെ മേക്ക് മൈ ട്രിപ്പ് ഒമാനിലോട്ട് തട്ടും. അങ്ങനെ തട്ടിക്കളിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. അത് വിഷ്ണു വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ആ സമയത്തിനുള്ള എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻ ആകുമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ അവിടെ പേ ചെയ്തിട്ട് ലോഞ്ച് എടുക്കുക എന്തെങ്കിലും, എനിക്കറിയില്ല. ലാസ്റ്റ് മിനിറ്റ് ഇപ്പോൾ ഒരുപാട് കൺഫ്യൂഷനിൽ പോണേനേക്കാൾ നല്ലത് ഇതൊന്നും എങ്ങനെയെങ്കിലും സോർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുകയായിരിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ വിഷ്ണു ഇതിൻ്റെ പിന്നാലെ കിടന്നുണ്ട്. അറിയില്ല, വിഷ്ണുവിന് പറ്റുന്ന രീതിയിൽ വിഷ്ണു സോർട്ട് ചെയ്യട്ടെ. എനിക്കിവിടെ കുറച്ച് പാക്കിംഗ് കംപ്ലീറ്റ് ചെയ്യാനും അതേപോലെ ഒന്ന് കുളിച്ച് റെഡിയാവുകയൊക്കെ വേണം. ഏകദേശം ഒരു 3 മണിക്കൂറാണ് രാവിലെ ഈ ഒരു കൺഫ്യൂഷൻ്റെ മുകളിൽ നമുക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സമയം കളയണ്ട. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. വിഷ്ണു യുവി വരുന്നതിന്റെ മുന്നേ ഞാനൊരു ഷടപടെ കുളി പാസ്സാക്കി കേട്ടോ. നാളെ ഇനി കുളിയില്ല. നാളെ വൈകുന്നേരം കുളിയുണ്ട്. കാരണം വൈകുന്നേരം വീട്ടിലെത്തുമല്ലോ. അപ്പൊ നല്ല തണുത്ത വെള്ളത്തിലൊരു കുളിയുണ്ട് നാളെ. ഇന്ന് എന്തായാലും യാത്ര തുടങ്ങുന്നതിന്റെ മുന്നേ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഒമാൻ എയർവേസും മേക്ക് മൈ ട്രിപ്പും വിഷ്ണുവും തമ്മിലുള്ള യുദ്ധം തൽക്കാലം വിഷ്ണു വൈശാഖ് സാർക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. കാരണം വിഷ്ണു പുറത്ത് കുറച്ച് ബിസി ആയിപ്പോയി. സിബ് ശരിയാക്കുക, കാറൊന്ന് കഴുകിക്കണം എന്ന് പറയുന്നുണ്ടായി. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിൽ അപ്പോൾ വൈശാഖ് സാർ ആ ഒരു യുദ്ധം ഏറ്റെടുത്തിട്ടുണ്ട്. നടന്നുകൊണ്ടിരിക്കുകയാണ് സംഭാഷണങ്ങൾ. അപ്പോൾ അവരെത്തുന്നതിന്റെ പിന്നെ ബാക്കി പാക്കിംഗ് കൂടെ തീർത്ത് പെട്ടിയും കൂടെ നമുക്ക് അടക്കാം കേട്ടോ. എന്നാൽ പിന്നെ തിരിച്ചു വന്നാൽ വിഷ്ണു ഫ്രഷ് ആകുമ്പോൾ യുവിനെ ഫുൾ എനിക്ക് ഹാൻഡിൽ ചെയ്യാലോ. ഞാൻ രാവിലെ എണീറ്റപ്പോൾ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല. രാവിലെ എണീറ്റപ്പോൾ തൊട്ടിട്ട് മറ്റേ ആ ടിക്കറ്റിലുണ്ടായ കൺഫ്യൂഷന്റെ മുകളിലൊക്കെ ഉള്ളായിരുന്നു. അപ്പൊ എന്തെങ്കിലും ഓട്സ് കുറച്ച് കഴിക്കട്ടെ, എന്നാലേ പാക്ക് ചെയ്യാനുള്ള എനർജി ഉണ്ടാവുള്ളൂ. വിഷ്ണു ആണെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുകയാണ്. കാരണം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നും അല്ലല്ലോ ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത്. ഇന്നേ വരെ ഞാനൊരു ഇന്റർനാഷണൽ ഫ്ലൈറ്റ് പ്രത്യേകിച്ച് കേട്ടോ മര്യാദയ്ക്ക് ഞാൻ എടുത്തിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അതിലുണ്ടായിരിക്കും. ഓവർ ബുക്കിംഗ് വന്നിട്ടുണ്ട്, പാസ്പോർട്ട് മാറിപ്പോകുന്ന ഇഷ്യൂ വന്നിട്ടുണ്ട്, കസ്റ്റംസ് ചെക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചുകൊണ്ടുപോകുന്ന ഇഷ്യൂ വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ ട്രിപ്പിലും എനിക്ക് ഓർമ്മയില്ല കൃത്യം എന്തൊക്കെയാണെന്ന്. എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ തവണ മോൾഡീവ്സിൽ പോകുന്ന സമയത്ത് നമ്മൾ വന്ന് ലാൻഡ് ചെയ്തുല്ലോ. ലാൻഡ് ചെയ്ത സമയത്ത് തിരിച്ച് കൊച്ചിയിൽ വന്നപ്പോൾ വിഷ്ണുവിന്റെ അമ്മ പറഞ്ഞു, ഇത്തവണ കണ്ട വൈശു ഒരു പ്രശ്നം ഉണ്ടായില്ല, ഭയങ്കര അടിപൊളിയായി നമ്മൾ എത്തിയെന്ന്. അപ്പോഴാണ് അച്ഛന്റെ പെട്ടി വേറൊരാൾ എടുത്തുണ്ടായത്. അപ്പൊ പെട്ടി മിസ്സാവുന്ന പ്രശ്നം അതിൽ വന്നിട്ടെ. എന്നോട് ആ ത്രിഡിനെ പറ്റി ചിന്തിക്കുക വേണ്ടെന്നാണ് വിഷ്ണു പറഞ്ഞിട്ടുള്ളത്. കാരണം എനിക്കിവിടെ ചെയ്തു തീർക്കാൻ ഇഷ്ടംപോലെ പണികളുണ്ട്. ഫ്രിഡ്ജൊക്കെ ഞാൻ ക്ലീൻ ചെയ്തു കേട്ടോ. ഇറങ്ങാൻ നേരത്തെ ആകെ മൊത്തം ഒരു വെപ്രാളം.
3 മാസത്തേക്ക് ഏകദേശം ഇവിടെ ഉണ്ടാവാതെ ആകുമ്പോൾ നമ്മുടെ വീടല്ലേ അത്, എല്ലാം ശരിയാക്കിയില്ലേ, അടച്ചു വെച്ചില്ലേ, ഒരു റൗണ്ട് ഞാൻ ഇക്കത്തിനോട് വന്ന് ക്ലീൻ ചെയ്യാൻ പറയും എന്തായാലും, പക്ഷെ എന്നാലും എല്ലാം എടുത്തു വെച്ചില്ലേ, അങ്ങനത്തെ ഒരു ഭയങ്കര വെപ്രാളം വരിക. ഒപ്പം നാട്ടിലെത്തിയിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. അമ്മേനെയും അച്ഛനെയും വിഷുവിന്റെ പേരൻസിനെയും അമ്മമ്മേനെയും വെല്ലച്ഛനെയും അപർണേനെയും അങ്ങനെ എല്ലാവരെയും കാണാൻ പറ്റുന്നതിൽ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. പക്ഷെ അതേസമയം എനിക്കിങ്ങനെ ബെയിലിയുടെ കൂടെ ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇങ്ങനെ അത് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വരിക. ഞാനിങ്ങനെ ഇവൻ കുറച്ച് വലുതായി കഴിഞ്ഞാൽ യുവി കുറച്ച് വലുതാകുമ്പോൾ യുവി ബെയിലിയുടെ ഒപ്പം കളിക്കുന്നു ഒക്കെ നമ്മളിങ്ങനെ ചുമ്മാ ചിന്തിക്കുമല്ലോ. അപ്പോൾ അടുത്ത തവണ വരുമ്പോഴേക്കും ഇവനെ കളിക്കാനാവുമല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ആയപ്പോൾ കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതെനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ നിൽക്കണമുണ്ട്. അമ്മയും അച്ഛനും ഒക്കെ ആ ഒരു ഫേസ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, കാരണം ഇപ്പൊ കുറച്ച് മാസമായില്ലേ. ഞാൻ അവിടെ എത്തുമ്പോഴല്ലേ എനിക്ക് ആ മിസ്സിങ് കൂടുതൽ ഫീൽ ചെയ്യുക. അപ്പൊ ഞാൻ വർത്താനം പറഞ്ഞു നിന്നാല് നല്ല ലേറ്റ് ആവും. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയാനൊക്കെ ഉണ്ട്. എന്തായാലും ഇവിടെ നിന്ന് വളഞ്ചിലെത്തുന്ന വരെ സമയമുണ്ട്. നമുക്ക് മെല്ലെ കുറേ വർത്താനം പറഞ്ഞ് മെല്ലെ പോവാട്ടോ. അപ്പൊ ഞാൻ റൂട്ട്സ് കഴിക്കട്ടെ പെട്ടെന്ന്. ഭയങ്കര ഉറക്കം വരുന്നു, കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇപ്പൊ അവിടെ പുതച്ചു മൂടി കിടക്കാൻ ഭയങ്കര ആഗ്രഹം തോന്നുന്നു. ഈ പാക്ക് ചെയ്യുമ്പോഴേ എനിക്ക് പാക്ക് ചെയ്യാനൊക്കെ പേടിയാവുന്ന കാര്യം എന്താണെന്ന് അറിയോ? തിരിച്ചു വന്നിട്ട് ഇതെല്ലാം ഇപ്പൊ നമുക്ക് നാട്ടിലോട്ട് പോകാനുള്ള എക്സൈറ്റ്മെന്റിലെ ഇതെല്ലാം പാക്ക് ചെയ്യാനും എടുത്തു വെക്കാനും ഒക്കെയുള്ള ഒരു ഹരം ഉണ്ടായിരിക്കും. നാട്ടിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഇതെല്ലാം അൺപാക്ക് ചെയ്ത് അതിൻ്റെതായിട്ടുള്ള സ്ഥാനത്ത് എടുത്തു വെക്കുക എന്നുള്ളത് ഭയങ്കര പണിയുള്ളൊരു കാര്യമാണ്. ബെർലിനിൽ നിന്ന് വന്ന സാധനം ഞാൻ ഇന്നാണ് ക്ലിയർ ചെയ്തത്. എനിക്ക് ഭയങ്കര മടിയാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ മടി ഇത്തവണ മടി മാത്രമല്ല കേട്ടോ, നമുക്ക് നാട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കലും അതെല്ലാം കൂടെ ആയിട്ട് കുറച്ചൊരു തിരക്കിൽ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാരണം നടന്നില്ല. പിന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നാട്ടിലോട്ട് വരുമ്പോ ഇത്തവണ ഇവിടുന്ന് കുറെ ഗിഫ്റ്റ് ഇങ്ങനെ വാങ്ങിച്ചൊരു ബോക്സിൽ അറേഞ്ച് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾക്ക് നമ്മുടെ യൂട്യൂബ് ഫാമിലിക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ അന്ന്. ഇത്തവണ എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അവസാനം ഒരു 2 വീക്സ് ഞാൻ കുറച്ച് ഡൗൺ ആയിരുന്നു. അത് കഴിഞ്ഞ് എങ്ങനെ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് ഇങ്ങനെ റെയിൽവേയിൽ ഓടാൻ വേണ്ടി തുടങ്ങി. ബെർലിൻ പോയി തിരിച്ചു വന്നു. നാട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കലും ടിക്കറ്റ് ബുക്കിങ്ങും എല്ലാം കൂടെ ഭയങ്കര റഷായിട്ട് എനിക്കിത് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അത് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അപ്പൊ ഈ തിരക്കിന്റെ ഇടയിൽ എല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത്ര ശരിയാവില്ല. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ നെക്സ്റ്റ് ടൈമിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ മറന്നിട്ടില്ല. അപ്പോൾ ബാക്കി ഡ്രയറും ഹെയർ ഡ്രയറും സ്ട്രെയിറ്റ്നറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കട്ടെ. അങ്ങനെ ലാസ്റ്റ് പെട്ടി നമ്മൾ ഓൾമോസ്റ്റ് പാക്ക് ചെയ്തു. ഇനി എൻ്റെ ഒരു ഷൂവും കൂടെ വെച്ചിട്ട് നമുക്ക് ഈ പെട്ടിയും കൂടെ ക്ലോസ് ചെയ്യാം. ഇന്നലെ ഓൾമോസ്റ്റ് വെയ്ത് വെച്ചായിരുന്നു. എല്ലാം നമ്മുടെ സാധാ വെയിറ്റിനേക്കാളും എലോ ചെയ്തിട്ടുള്ള വെയിറ്റിനേക്കാളും താഴെയാണ്. യുവിക്ക് ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ ഏതാണെന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ലാറോഷ് പോസെ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഈ ഒരു കിഡ്സിൻ്റെ സൺസ്ക്രീൻ ആണല്ലോ ഞാൻ യുവിക്ക് ഉപയോഗിക്കാറ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ആളെ വിഷ്ണു എത്തിയിട്ടുണ്ട് തോന്നുന്നു. എന്തായി യൂഷി ഉറങ്ങിയിട്ടില്ല? കരഞ്ഞ യൂഷി? എന്തിനു കഞ്ഞ? ഇതില് ബിസിനസ് ലോഞ്ചും കാണിക്കുന്നുണ്ട്. എടാ ഇത് വെച്ച് ചോദിച്ചു ശരിക്കും ബിസിനസ് ലോഞ്ച് നമുക്ക് തരണ്ടല്ലേ അവരോ അറ്റ്ലീസ്റ്റ് റിമോട്ടിന്റെ കാര്യം തീരുമാനം. അത് കൈ കൊടുക്കല്ലേ യൂഷി ചിരിക്കുന്നു. ഓക്കെ, കാര്യം ഏകദേശം സോർട്ട് ആയിട്ടുണ്ട്. മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്താണ് മനസ്സിലായിട്ടുള്ളത്. പക്ഷെ നമുക്ക് മിസ്റ്റേക്ക് പറ്റിയത് നിങ്ങൾക്ക് ആർക്കും പറ്റാതിരിക്കാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മളിങ്ങനെ മേക്ക് മൈ ട്രിപ്പ് എടുത്തു കഴിഞ്ഞിട്ട് അതിൽ ബിസിനസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ഫ്ലൈറ്റ്സ് കാണിക്കുമല്ലോ. അപ്പം നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ബിസിനസ് കംഫർട്ട് ആയിരുന്നു. ബിസിനസ് കംഫർട്ട് എന്ന് പറയുമ്പോൾ ഒരു ലെഗ് അത്ര ബിസിനസ് ഉണ്ടാവുള്ളൂ, മറ്റേ ലെഗ് ബിസിനസ് ആയിരിക്കില്ല. പക്ഷെ എല്ലാത്തിലും ലോഞ്ച് ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മേക്ക് മൈ ട്രിപ്പിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഭാഗത്ത് നിന്ന് പറ്റിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈവൻ നമ്മൾ ബിസിനസ്സിന് സെലക്ട് ചെയ്തിട്ട് ബുക്ക് ചെയ്യുന്ന സമയത്തും ബിസിനസ് കംഫർട്ടിന് കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എൻ്റെ വരെ ബിസിനസ് ആയിരിക്കണം എന്നില്ല. ഞാൻ ഇന്നേ വരെ കേട്ടിട്ടില്ല കേട്ടോ ഈ ഒരു കോൺസെപ്റ്റ്. വൈശാഖ് സാർ ഭയങ്കര ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. സാറിന്റെ ജോലിയുടെ ഭാഗമായിട്ടും അതല്ലാതെയൊക്കെ വൈശാഖ് സാറും അതേട്ടാ കേൾക്കുന്നത്. ചിലപ്പോൾ നമുക്ക് അറിയാവുന്നതായിരിക്കും, പക്ഷെ നമുക്കൊരബദ്ധം പറ്റി. നമ്മളിപ്പോ ഈ ഒരു ബിസിനസ് എടുക്കാതിരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ
റേറ്റിന് നമുക്ക് നാട്ടിലോട്ട് എത്തായിരുന്നു. അതുവരെ നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് ഇങ്ങനെ പോവാന്ന് വിചാരിച്ചല്ലേ നമ്മൾ ഇത്രയും എമൗണ്ട് അതിൽ സ്പെൻഡ് ചെയ്തത്. പക്ഷെ മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്താണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കും അത് പറ്റാതിരിക്കുക. ബിസിനസ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ബിസിനസ് കംഫർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈവൻ നമ്മൾ മേക്ക് മൈ ട്രിപ്പിൽ ബിസിനസ് സെലക്ട് ചെയ്യുമ്പോൾ ആ ഒരു ഓപ്ഷൻ വരും. അപ്പൊ അത് ശ്രദ്ധിക്കുക, വീണ്ടും വീണ്ടും ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു അബദ്ധം നിങ്ങൾക്ക് പറ്റിയേക്കാം. ലയൂഷ് അബദ്ധം പറ്റരുത് പറയൂ. നല്ലോണം നോക്കി ചെയ്യണം. അങ്ങനെ അബദ്ധം പറ്റരുത്. നല്ലോണം കെയർഫുൾ ആവണം. അല്ലേ? നല്ലോണം കെയർഫുൾ ആവണം കേട്ടോ. അപ്പൊ ബിസിനസ് കംഫർട്ട് മനസ്സിലാക്കുക. കാരണം അല്ലെങ്കിൽ ഈ സർച്ച് റിസൾട്ട് അവിടെ വരും. എൻ്റെ പഴയ മാനേജർ പറഞ്ഞിരുന്ന പോലെ ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ഇനി നമുക്കൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഭാഗത്ത് നിന്ന് തെറ്റാണ്. അടുത്ത തവണ ഇത് ആവർത്തിക്കാതെ നമുക്ക് നോക്കാം. ഇപ്പൊ തൽക്കാലം ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. ഫ്രണ്ടിൽ ഇരിക്കുമ്പോഴേ പണി ചെയ്യാൻ എനിക്ക് കാണാൻ പറ്റുന്നില്ല. നമ്മൾ പറയില്ലേ, പിള്ളേരുടെ ഹൈറ്റ് കറക്റ്റ് ഇതുവരെ നിൽക്കണം, നമുക്ക് ഇങ്ങനെ ഉമ്മ വെക്കാൻ പറ്റണം. അതാണ് നമ്മളിത് ടൈ ചെയ്യുന്ന കറക്റ്റ് ഹൈറ്റ്. അപ്പൊ നമുക്ക് ഹിപ്പിന് വലിയ ബുദ്ധിമുട്ട് വരില്ലാന്ന്. അപ്പൊ ഫ്രണ്ടിൽ വെച്ചിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം സൈറ്റ് കുറച്ച് ബ്ലോക്ക്ഡ് ആവുമല്ലോ. അപ്പൊ ബാക്കിൽ അങ്ങോട്ട് ഇരുത്തി എന്നിട്ടാണ് നമ്മളിപ്പോ പണിയെടുക്കൽ മുഴുവൻ. ഈ ഒരു കാരിയർ നമ്മൾ വാങ്ങിയ സമയത്ത് ഇതിന് ഇങ്ങനത്തെ ഒരു ഫംഗ്ഷനാലിറ്റിയും കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ പിക്ചറിൽ കണ്ടോണ്ടാണ് ഞാൻ ഇങ്ങനെ എത്തിയിരുത്തിയത്. നമ്മളിങ്ങനെ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ചെറിയ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് അതൊന്ന് റിക്കവേർഡ് ആവട്ടോ. എനിക്കിങ്ങനെ അതിനോടൊത്ത് അതിൻ്റെ ഒപ്പം ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു സ്വഭാവമില്ല. പെട്ടെന്ന് വിടും, അടുത്ത കാര്യത്തിലോട്ട് കിടക്കും. പക്ഷെ വിഷ്ണുവിന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാത്തത് ചെറുതാണെങ്കിലും വരുമ്പോൾ കുറച്ച് നേരം എന്നാലും ഇത് നോക്കിയില്ലല്ലോ, എന്നാലും ഇത് ഒന്നും കൂടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നല്ലോ, ആ സാധനം വരും. അപ്പോൾ വിഷ്ണു കുറച്ച് നേരം ഡസ്റ്റ് പിടിച്ചിരിക്കുകയാണ്. ആ നേരത്ത് നമുക്കൊന്ന് മുൻകൈ എടുത്ത് പാക്കിങ് കൊണ്ടുപോകാം. വിഷ്ണു താഴെ ഇരുന്നിട്ട് ലഞ്ചൊക്കെ കഴിച്ചിട്ട് അപ്പോഴൊന്ന് റെഡി ആവാമെന്ന് പറഞ്ഞു. പാസിഫയറിന്റെ ഉപയോഗം എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് 1-2 പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. പാസിഫയർ നമ്മളൊരു 8th മന്തൊക്കെ ആകുമ്പോൾ തൊട്ടിട്ട് നിർത്താമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ പാസിഫയർ ഉപയോഗിക്കുമ്പോൾ കുറച്ച് അവരൊന്ന് കാമാവും ആ കുറച്ച് സമയത്തേക്ക്. അപ്പോ ഞാനിപ്പോ നാട്ടിൽ പോയിട്ട് കംപ്ലീറ്റ്ലി നിർത്താൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ GGD എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 7-8 months വരെയൊക്കെ അവർക്ക് സക്കിംഗ് റിഫ്ലക്സ് ഉണ്ടായിരിക്കും. ആ സമയത്ത് പാസിഫയർ കൊടുക്കൊണ്ട് തെറ്റില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഹാബിറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത് എന്നുള്ളത്. ഇപ്പൊ ഇവന് കുറച്ച് ഹാബിറ്റ് ആയിട്ട് ഡെവലപ്ഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നാട്ടിലെത്തിയിട്ട് നമ്മൾ നിർത്താൻ വേണ്ടി പോവാണ്. ഇവിടെ പൊതുവെ 2 വയസ്സ് വരെയൊക്കെ പിള്ളേർ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. 2 വയസ്സിന് ശേഷം ഉപയോഗിച്ചു കഴിഞ്ഞാൽ പല്ല് പൊങ്ങുന്നൊക്കെ ഞാൻ ഇങ്ങനെ ഡോക്ടേഴ്സ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എനിക്കതിന്റെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എൻ്റെ പ്ലാൻ എന്തായാലും ഇൻ 2-3 weeks മെല്ലെ സ്ലോ ആക്കിയിട്ട് നിർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മളൊരു ഹോൾ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ആ സക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഫീല് കിട്ടില്ല. അപ്പോൾ എയർ വരുമല്ലോ. അപ്പോൾ അതാണ് ശ്രമിക്കാൻ വേണ്ടി ഞാൻ പോകുന്ന ഒരു കാര്യം. ശ്രമിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറയാം എത്ര സക്സസ്ഫുൾ ആയി എന്നുള്ളത്. ഇതിനെ പറ്റിയിട്ട് കൂടുതൽ പാസിഫയറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പീഡിയാട്രിക്കിന്റെ അടുത്തോ അല്ലെങ്കിൽ ഡെന്റിസ്റ്റിന്റെ അടുത്തോ ഡോക്ടേഴ്സിന്റെ അടുത്തോ ഒക്കെ ചോദിക്കുക കേട്ടോ. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസും ഞാൻ കേട്ട കാര്യങ്ങളും മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ വിഷ്ണു ലഞ്ച് കഴിച്ചപ്പോക്ക് ഞാനും പെട്ടെന്ന് ലഞ്ച് കഴിക്കാന്ന് വിചാരിച്ചേ. ഇന്നലെ റോസ് കൊടുന്ന ചിക്കൻ കറി ബാക്കി ഉണ്ടായിരുന്നു. അതും ചപ്പാത്തിയാണ് നമ്മൾ കഴിച്ചത്. ചപ്പാത്തി പിന്നെ നമുക്കിവിടെ എളുപ്പത്തിൽ ഓട്ടോമാറ്റിക്കലി ഉണ്ടാക്കാമല്ലോ. ഇത്തവണ മുന്നേ ബാക്കി എല്ലാ തവണയും നാട്ടിൽ പോയത് വെച്ച് നോക്കുമ്പോൾ പാക്കിംഗ് കുറച്ചും കൂടെ നന്നായിട്ടാണ് കേട്ടോ പോണത്. അതുകൊണ്ട് തന്നെ ഞാൻ പോണതിൻ്റെ മുന്നേ നമുക്ക് കുറച്ച് സമയം കിട്ടി കിച്ചണും അതേപോലെ തന്നെ ഈ ഹോളും ഒക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കാൻ. ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി വെക്കാതെ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് വേസ്റ്റ് എല്ലാം പ്രോപ്പറായി ക്ലിയർ ചെയ്യുക, ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീട്ടിൻ്റെ അകത്തുനിന്ന് ഈ കിച്ചൺ വേസ്റ്റ് ഒക്കെ മാറ്റുന്നുണ്ടെങ്കിലും പുറത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു ബിന്നിൽ കൊണ്ടുപോയിട്ട് നമ്മൾ വെക്കാറ്. ആ ബിന്നിലുള്ള വേസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടി ആഴ്ചയിൽ ഒരിക്കലേ വരുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ദിവസം പ്രദുവിനോടോ സഞ്ജയേട്ടനോടോ ഒരു ഹെൽപ്പ് ചോദിക്കേണ്ടി വരും എടുത്തൊന്ന് സ്ട്രീറ്റിലോട്ട് വെക്കാൻ വേണ്ടിയിട്ട്. കാരണം കുറേ കാലം നമുക്ക് ബിന്ന് ഇവിടെ സ്ട്രീറ്റിലോട്ട് വെക്കാൻ പാടില്ല. പിന്നെ അവിടുന്ന് ആരെങ്കിലുമൊക്കെ എടുത്തു കൊണ്ടുപോവുക അങ്ങനെയൊക്കെ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ലേറ്റർ അതൊരു ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കാര്യമാവും. പൊതുവേ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാനിങ്ങനെ ഇരുന്ന് റിലാക്സ് ചെയ്ത് അവസാനം വെച്ച് തിരക്കൂട്ടുന്നൊരു സ്വഭാവം ഉണ്ട് എനിക്ക്. ഇത്തവണ അത് മാറ്റി വെച്ച് ആദ്യം കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് കാരണം ഇന്ന് അവസാനം എനിക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് സമാധാനത്തിൽ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റും തോന്നുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കൗച്ചൊന്ന് ക്ലീൻ ചെയ്തു, ഡൈനിങ് ടേബിൾ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു. ഈ പെട്ടി അടച്ച് നമ്മൾ പരിപാടി അവസാനിപ്പിക്കുന്നു. യൂഷി ഇന്ത്യയിൽ പോവാണോ? ഇന്ത്യയിൽ പോവാണോ യൂഷി? ഇവന്റെ ബ്ലാങ്കറ്റ് വേണ്ടല്ലോ. ഇത്തവണ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ റാൻഡംലി വാങ്ങി നാട്ടിലോട്ട് കൊണ്ടുപോകുന്നില്ല കേട്ടോ. ഇപ്പോൾ പോയിട്ട് കുറച്ചല്ലേ ആയുള്ളൂ. പിന്നെ എന്നോട് ചില സാധനങ്ങൾ വാങ്ങി കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ബാക്കി എൻ്റെയും യുവിയുടെയും കാര്യങ്ങൾ തന്നെയാണ് മെയിൻ. പിന്നെ വിഷ്ണുവിൻ്റെയും കുറച്ച് സാധനങ്ങളൊക്കെ. അത്രയാണ് നമ്മുടെ പെട്ടിയിൽ മൊത്തം ഉള്ളത്.
അങ്ങനെ നമ്മൾ ഇറങ്ങി കേട്ടോ. സമയം 5:15. കൃത്യ സമയമാണ് ഇറങ്ങാൻ വേണ്ടിയിട്ട്. സഞ്ചേട്ട തീർട്ടോ നമുക്ക് പോവാൻ. നിങ്ങൾ നാട്ടിൽ പോകാനുള്ള പുള്ളി എന്താ അവിടെ? ഒരു കാര്യതൊന്നും ഇല്ലല്ലോ. എന്തെങ്കിലും എക്സ്പ്രഷൻ എന്തെങ്കിലും 2 പെട്ടി ഒരുമിച്ച് എടുക്കണേ. അല്ല എടുക്കണ്ടാന്ന്. സഞ്ചേട്ടൻ നമ്മൾ ചിലപ്പോ അങ്ങനത്തെ സാഹസികതയൊക്കെ കാണിക്കും. ഒന്ന് ഷോൾഡറിലും 2 കയ്യിലും ഒക്കെ. വിഷ്ണു ഫസ്റ്റ് ടൈം ഇങ്ങോട്ട് വരുമ്പോഴേ അച്ഛൻ പെട്ടിട മുകളില് മാറാതിരിക്കാൻ വേണ്ടി വരും. എന്ത് ക്യൂട്ടല്ലേ അത്. വിഷ്ണു എസ് ശശികുമാർ കറോ. നമ്മളങ്ങനെ ഡോറൊക്കെ പൂട്ടി ഇറങ്ങി. ആ കുഴപ്പമില്ല, അത് അയക്കായിരുന്നു. സെഞ്ചുറിന്റെ വീട്ടിൽ എല്ലാം എടുത്തു. എല്ലാം എടുത്തു. പാസ്പോർട്ട് അതൊക്കെ എടുത്തില്ലേ. അപ്പോൾ നമ്മൾ പോവുകയാണ്. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. നേരെ ഇനി നമുക്ക് സ്കിപ്പോൾ എയർപോർട്ടിലെത്തിയിട്ട് കാണാം. ബാക്കിൽ മുഴുവൻ പെട്ടികൾ കുത്തി കയറ്റിയിട്ട് വിഷ്ണു ഫ്രണ്ടിൽ ഫസ്റ്റ് ബെഞ്ചിലൊക്കെ ഇരിക്കുന്ന പോലെ ഉണ്ട്. പ്രതു വിളിച്ച് പറഞ്ഞായിരുന്നു സ്കിപ്പോളിൻ്റെ അങ്ങോട്ട്, അതായത് എയർപോർട്ടിൻ്റെ അങ്ങോട്ട് നല്ല ട്രാഫിക് കാണിക്കുന്നുണ്ട് എന്നുള്ളത്. നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഏകദേശം എത്ര സമയമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ അടുത്തുള്ള ഏതൊക്കെയോ റൂട്ടുകളിൽ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നല്ല ഹോൺ അടിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും വലിയ ട്രാഫിക് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വിചാരിച്ച സമയത്ത് തന്നെ ഏകദേശം എയർപോർട്ട് എത്തിയിട്ടോ. ഇത് നോക്കൂ ആരൊക്കെ വരണേന്നാ. അമ്മു ചേച്ചിയും ഗീമു. എല്ലാം എടുത്തില്ലേ? നോക്കില്ലേ? എല്ലാം എടുത്തില്ലേ? നമ്മൾ എയർപോർട്ട് എത്തി. സമയം 6:30 വളരെ നേരത്തെയാണ് എല്ലാ തവണത്തെയും പോലെ. 5:30 എന്തായാലും എയർപോർട്ടിലെത്തും എന്ന് വിചാരിച്ചു വന്നതാണ്. എന്തൊരു ഭയങ്കര എന്താ നമ്മളപ്പോ ഇനി എത്ര 3 വർഷം നിങ്ങൾ ചില്ല് ചെയ്തിട്ട് വരാൻ പറ. ടാറ്റ കൊടുത്തേക്ക് എല്ലാവർക്കും. എനിക്കല്ല ഇവർക്ക്. നമുക്ക് ഇവിടെ ചില്ല. ഇവരോടൊക്കെ വായ വഞ്ഞേക്ക്. എല്ലാവർക്കും ടാറ്റയുണ്ട്. സ്ട്രോളർ ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. കോളയൊക്കെയാണോ കുടിക്കണത്? ഷുഗർ കൊടുക്കാറില്ല, പക്ഷെ 3 നേരം കോള. ടേസ്റ്റ് ഉണ്ടോ? മണി നിനക്ക് കൊക്കോള മതിയോ? എന്നോട് പായൊന്നും പറയണ്ടേ. പോവാൻ നേരത്തെ കുപ്പി കഴിക്കട്ടെ. നിനക്ക് സ്വത്തായിട്ട് ഞാൻ കുറച്ച് കൊക്കോള കൊണ്ടുപോയി അതെങ്കിലും ചെയ്യണം. ഞാൻ ഈ ഫോൺ വിളിക്കാൻ വളരെ മോശമായിട്ടുള്ള ആളാണ്. ഗീതു അതിലും മോശമാണ്. അതുകൊണ്ട് ഇനി അധികം പക്ഷേ ഞാൻ ഇവന്റെ ഫോൺ വിളിക്കും. ഫോൺ അവിടെ വെച്ചിട്ട് താൻ എവിടെയും പോയി അല്ലേ. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അല്ല ചുണ്ടടി, അല്ല ചന്ദ്രമണി. നല്ല ചിരി. ഗീതുനെ വീഡിയോ കോളിൽ കണ്ടാലൊക്കെ ഉണ്ട് ഇപ്പൊ ചിരി. രണ്ട് കൈയുണ്ട് ഏതിലാ കൊടുക്കുക. പോയിട്ട് പെട്ടെന്ന് വാ. എത്ര കുറച്ച് കാലത്തേക്കാണെങ്കിലും നമുക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ബായ് പറയാൻ വേണ്ടിയൊരു ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് എനിക്കിങ്ങനെ ബായ് പറഞ്ഞ് മതിയാവുമായിരുന്നില്ല. അതിൻ്റെ ഒപ്പം എനിക്ക് ചെറുതായിട്ട് വിഷമം വരുന്നുണ്ടായിരുന്നു കേട്ടോ. പെട്ടിയൊക്കെ വെയ്ത് നമ്മൾ മെല്ലെ നമ്മുടെ യാത്ര അങ്ങനെ ആരംഭിക്കുകയായി. ഇത്തവണ വെയിറ്റ് കറക്റ്റാട്ടോ. എല്ലാം 1-2 കിലോ കുറവാണെങ്കിലേ ഉള്ളൂ. അയ്യോ ശരി, എന്തേലും വാങ്ങിക്കണ്ടോ ഇവിടുന്ന്? ബായൊക്കെ പറഞ്ഞു വിട്ടതായിരുന്നു, പക്ഷെ പിന്നെ ഗെയിം വന്നിട്ടുണ്ട്. നമുക്കിവിടെ അകത്ത് കുറച്ച് ദൂരം വരെ നമുക്ക് വരാനായിട്ട് പറ്റും. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പറ്റില്ല. ഇവിടെ നമുക്ക് ഇനി സെക്യൂരിറ്റിയിലോട്ട് പോവാം. അപ്പോൾ ബൈ. എന്തപ്പണ്ടായേ? ഞാൻ ചെറിയ കുട്ടിയാകുമ്പോഴേ ഞാനിങ്ങനെ പുതിയ ആൾക്കാരെ കാണുമ്പോൾ ഞാൻ ഭയങ്കര ഇങ്ങനെ ഷോ ഇറക്കുന്ന അമ്മ പറയാറുണ്ടായിരുന്നു. ഇപ്പോൾ ഇവൻ വളർന്നു വലുതായി വരുമ്പോൾ അതേ ലെവലിലേക്കാണ് വന്നുകൊണ്ടിരിക്കണത്.
നമ്മുടെ അടുത്ത് കരഞ്ഞുകൊണ്ടിരിക്കും. പുതിയ ആരെങ്കിലും കണ്ട ഹൈഫൈ കൊടുക്കുക, ക്ലാപ്പ് ചെയ്യുക, അങ്ങനത്തെ പരിപാടിയൊക്കെ. നമ്മുടെ സെക്യൂരിറ്റിയും ഇമിഗ്രേഷനും കഴിഞ്ഞു. കഴിഞ്ഞു. നമ്മളിനി ഗേറ്റിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മൊത്തം 90 kg ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം 3 പെട്ടിയിൽ നമ്മൾ 30 പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ലിഫ്റ്റ് വർക്ക് ചെയ്യണില്ലേ? ഓക്കെ, അപ്പോൾ കഥ ഞാൻ തുടരാം. നടക്കട്ടെ, കയ്യിൽ സ്ട്രോളറും ഉണ്ട് പിടിക്കാൻ. അപ്പോൾ പറഞ്ഞു വന്ന് നമ്മൾ 30 kg വെച്ചിട്ട് 3 ബാഗേജിലായിരുന്നു കേട്ടോ സ്പ്ലിറ്റ് ചെയ്തിട്ട് വെക്കാന്ന് വിചാരിച്ചേ. അപ്പോൾ 3ഉം 30 ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ അവരുടെ അടുത്ത് ചോദിച്ചു ഹാൻഡ് ബാഗേജും കൂടെ ഒന്ന് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുമോ? ഒന്നിൽ ഫുൾ ഇവൻ്റെ ക്ലോത്ത്സും എക്സ്ട്രാ ഡയപ്പേഴ്സും ഒക്കെയാണ്. അപ്പോൾ അവർ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ 1 കിലോ എക്സ്ട്രാ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ സമ്മതിച്ചില്ല. ഇത് ടോട്ടലി അവരുടെ ഓപ്ഷനാണ് കേട്ടോ. നമുക്കൊരു അവകാശമില്ല ചോദിക്കാൻ അത് ചെയ്തില്ല എന്ന് പറയാൻ. പക്ഷെ അവിടെ ഇരിക്കുന്ന ആളനുസരിച്ചിട്ടിരിക്കും അത് ചെയ്തു തരണോ വേണ്ടേന്ന്. അപ്പം അങ്ങനത്തെ ഒരു ഭാഗ്യം നമുക്കിന്ന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് 2 പെട്ടിയും ഇവൻ്റെ ഡയപ്പർ ബാഗും സ്ട്രോളറും അങ്ങനെ കുറച്ചധികം ലഗേജസ് ആയിട്ടാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യുവിക്ക് പാല് കൊടുക്കാനായിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിന്നർ കൊടുക്കാനായിട്ടുണ്ട്. ഒന്നിരുന്ന് കൊടുക്കണം. യുവി അങ്ങനെ ഓൾ സെറ്റായി. യുവി ഫുഡ് കഴിച്ചു, വെള്ളം കുടിച്ചു. ഇനി ഉറങ്ങുക അങ്ങോട്ട് സുഖമായിട്ട് കേട്ടോ. ഞാൻ അപ്പം എൻ്റെ ബാഗ് എടുക്കാൻ പറഞ്ഞേനെ. 7:45 നമുക്ക് ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യും. 8:40 ഫ്ലൈറ്റ്. നമ്മളിപ്പോൾ ഗേറ്റിന് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. F5 ആണ് നമ്മുടെ ഫ്ലൈറ്റ്. നമ്മൾ ഓൾമോസ്റ്റ് അവിടെ തന്നെ. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായി ഫ്രഷ് ആയിട്ട് നമുക്ക് ഫ്ലൈറ്റ് കയറാം. സുഖമായി യുവി ഉറങ്ങുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉറങ്ങുമായിരിക്കും. മുന്നേ ട്രാവൽ ചെയ്യുന്ന ആ സമയത്തായിരുന്നു ഞാൻ കൃത്യമായിട്ട് അതുവരെ എടുത്ത വ്ളോഗ്സ് എല്ലാം കംപ്ലീറ്റ്ലി എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ തവണ എനിക്ക് മനസ്സിലായത് നടക്കില്ല എന്നുള്ളത്. ഞാനിങ്ങനെ കോണ്ടന്റ്സ് പ്ലാൻ ചെയ്യുക അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു ട്രാവൽ ചെയ്യുന്ന സമയത്തായിരുന്നു. കഴിഞ്ഞ തവണ ഞാൻ കുറച്ച് കാര്യങ്ങൾ റിയലൈസ് ചെയ്തു. അതുകൊണ്ട് ഇത്തവണ എനിക്ക് അങ്ങനത്തെ പ്ലാൻസ് ഒന്നുമില്ല. ഗംഭീരമായൊരു ബേബി റൂം കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഡയപ്പറും കൂടെ ചേഞ്ച് ചെയ്ത് യുബീനെ അങ്ങോട്ട് ഉറക്കാമെന്നാണ് ഞങ്ങളുടെ പ്ലാൻ. അല്ല വിഷ്ണു, നടക്കുമോ? യൂഷിയുടെ ഡയപ്പറൊക്കെ മാറ്റിയിട്ടോ. ഇവിടെ ഞാൻ ഇങ്ങനെ ഇതധികം ഡയപ്പർ റൂംസിൽ കണ്ടിട്ടില്ല കേട്ടോ. നാപ്പി സ്റ്റേഷൻ. ഇവിടെ ഹഗ്ഗീസിന്റെ ഡയപ്പർ ഓരോരോ ഏതാണ് വേണ്ടത്, എത്രയാണ് സൈസ് എന്നൊക്കെ നോക്കിയിട്ട് നമുക്കിവിടെ ഓർഡർ ചെയ്യാം. പേ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡയപ്പർ വരും. പൊളിയല്ലേ? ഇത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മുന്നേ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. ഡയപ്പറല്ല, സാനിറ്ററി നാപ്കിൻസ് നമ്മുടെ ടോയ്ലറ്റിൽ ഞങ്ങളുടെ സ്കൂളിലുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നില്ലേ? പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എടുക്കാൻ പറ്റും. എനിക്ക് ഈ ഒരു ഡയപ്പർ റൂം ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ക്വിക്കായിട്ട് ഞാൻ ഒന്ന് കാണിച്ചതരേ. ഇവിടെ 2 ടോയ്ലറ്റ്സ് ഉണ്ട്. ഒന്ന് നമുക്ക് വലിയ ആൾക്കാർക്ക് പറ്റുന്ന പോലെയും ഒന്ന് കുഞ്ഞ് മക്കൾക്ക് പറ്റുന്ന പോലെയും ക്ലോസറ്റ്സ് കേട്ടോ. പിന്നെ ഇവിടെ ഡയപ്പർ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനമുണ്ട്. ഇവിടെ ഒരു കുഞ്ഞ് വാഷ് ബേസിനുണ്ട്. ഇവിടെ നമുക്ക് പറ്റുന്നൊരു വാഷ് ബേസിനുണ്ട്. ഇവിടെ ഡയപ്പർ ചേഞ്ചിങ് മാറ്റ് ഉണ്ട്. ഇവിടെ ഫീഡിങ്ങിന് പറ്റിയിട്ടൊരു സ്ഥലമാണ്. പക്ഷെ അവിടെ കുറച്ച് സീറ്റ് പോയിട്ടുണ്ട്. നല്ല കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള നല്ലൊരു റൂമല്ലേ വിഷ്ണു? ഇഷ്ടപ്പെട്ടു. ഇവിടെ ഒരു ഹാൻഡ് സാനിറ്റൈസർ ഉണ്ട്. സാനിറ്റൈസ് ചെയ്തേക്കാം. സോപ്പായിരുന്നു, സോറി. ഇനി കൈ കഴുകിയിട്ട് വിഷ് എക്സൈറ്റഡ് ആണോ നാട്ടിൽ പോവാൻ? താനല്ലേ പറഞ്ഞ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സഞ്ജേട്ടൻ വിളിച്ചു. വിഷ്ണു പറയുന്നുണ്ടായി ഇത്തവണ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് നാട്ടിൽ പോവുകയാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ രണ്ടുപേരും കുറച്ചൊരു ബേൺഡ് ഔട്ട് സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ബേൺഡ് ഔട്ട് ആണോ പോസ്റ്റ്മോർട്ടം ആണോ എന്താണെന്ന് അറിഞ്ഞൂടാ. ചെറിയൊരു ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് അമ്മേനെയും അച്ഛനെയും നമ്മുടെ വീട്ടുകാരെയൊക്കെ അടുത്തെത്താൻ തോന്നുമല്ലോ. അതുകൊണ്ടായിരുന്നു ഈ ഒരു ധൃതി പിടിച്ചിട്ടുള്ളൊരു നാട്ടുപോക്ക്. അല്ലെങ്കിൽ 1 മാസം കൂടെ കഴിഞ്ഞിട്ടായിരുന്നു. പക്ഷെ എന്തായാലും പോകാൻ പറ്റി. ഭയങ്കര സന്തോഷം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മൾ സ്ട്രോളർ മടക്കി ഒതുക്കി ഈ ഒരു വലുപ്പാക്കിയിട്ടുണ്ട്. യുവിക്ക് ഫ്ലൈറ്റിൽ നിന്ന് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടുള്ള ക്രാക്കേഴ്സും അതേപോലെ തന്നെ കുറച്ച് ടോയ്സും ഒക്കെ നമ്മൾ കയ്യിൽ വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും കുറച്ചൊരു ടെൻഷൻ എന്ന് പറയാൻ പറ്റുമോ അറിയില്ല. എന്നാലും ഒരു സംഗതി ഉണ്ട്. കാരണം കഴിഞ്ഞ തവണ നാട്ടിൽ പോയപ്പോൾ അങ്ങോട്ട് വരുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ തിരിച്ച് ആംസ്റ്റർഡാമിലോട്ട് വരുമ്പോൾ ഇവിടെ എത്തുന്നത് വരെ ഫ്ലൈറ്റിൽ ഫുൾ കരച്ചിലായിരുന്നു. ഞാൻ വിചാരിച്ചു എന്നെ എത്തിഹാദ് ബാൻ ചെയ്യും, ഇനി അതിൽ കയറാൻ പറ്റില്ല എന്നുള്ളത്. കാരണം അത്രയും കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വരുന്ന സമയമായപ്പോക്കെ അവന് കുറച്ചും കൂടെ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാനും അതേപോലെ തന്നെ ആവശ്യങ്ങളും ഒക്കെ തിരിച്ചറിയാനുള്ളൊരു പ്രായമായി. എന്നാൽ നമ്മളായിട്ട് ഒട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രായമായിട്ടില്ല. ഇപ്പോൾ കുറച്ചും കൂടെ വലുതായത് കാരണം കുറച്ചും കൂടെ അവൻ്റെ ആവശ്യങ്ങൾ അവൻ ഓരോന്നൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ കുറേയൊക്കെ നമുക്കും ഇപ്പോൾ ഒരു പേരൻറ്റിങ്ങിലൊരു എക്സ്പീരിയൻസ് വന്നല്ലോ. ഞാനൊരു ടോയ്സിൻ്റെ കലവറയായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ വിട്ടില്ലടാ.
വേണോ യൂഷിക്ക്? ഈ ടോയ്സ് ഒക്കെ നിങ്ങൾക്ക് എന്തായാലും അറിയുന്നുണ്ടായിരിക്കും. നിങ്ങൾ ഒരുപാട് വീഡിയോസിലൊക്കെ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും. നമുക്കിങ്ങനെ പ്ലെയിനിൽ ഇങ്ങനെ സക്ഷൻ ടോയ്സ് ഇല്ലേ, അങ്ങനത്തെ ടോയ്സ്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. അവൻ കളിച്ചിട്ട് യൂസ്ഫുൾ ആയിരുന്നു എന്നല്ല, കാരണം ഇത് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ തിരിയുന്ന സമയത്ത് അതിൽ തന്നെ നോക്കിയിരുന്നാലേ ആരോ നമ്മൾ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന പോലെയാണ്. എനിക്ക് ഒരു ഉറക്കം വരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവൻ്റെ അവസ്ഥ എന്താണെന്ന് പറയാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവൻ നല്ല അടിപൊളിയായി ഉറങ്ങാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ഉറക്കത്തിൻ്റെ തുടക്കമായിട്ടേ ഉള്ളൂ. നല്ല ഗാഢനിദ്രയിൽ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ. ഇത് പിന്നെ രാത്രി സമയത്ത് ഫ്ലൈറ്റ് ആയത് കാരണം ഉറങ്ങി തുടങ്ങിയാൽ അവൻ ഉറങ്ങും എന്നുള്ളത് നമുക്കറിയായിരുന്നു. പിന്നെ ഞാനൊരു മൂവിയൊക്കെ കണ്ടിങ്ങനെ ഇരുന്നു. വിഷ്ണുവും സൈഡിൽ വേറെ ഏതൊക്കെയോ മൂവിയൊക്കെ കണ്ട് നമ്മൾ കുറച്ച് നേരം ഫ്ലൈറ്റ് നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. 2 പേർക്കും കൂടെ ഒപ്പം ഡിന്നർ കഴിക്കൽ നടക്കില്ലല്ലോ. അതുകൊണ്ട് വിഷ്ണു ആദ്യം ഡിന്നർ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം യുവീനെ വിഷ്ണുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ ഡിന്നർ കഴിക്കുക എന്നുള്ളതാണ് പ്ലാൻ. കഴിഞ്ഞ തവണ നമുക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് കഴിഞ്ഞ് ഇവർ ഫുഡിൻ്റെ ഓർഡർ എടുക്കാൻ വേണ്ടി വരുമല്ലോ, ആ സമയത്ത് ഇവൻ കുറച്ച് കരച്ചിലൊക്കെ ആയത് കാരണം കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പറയാമെന്ന് പറഞ്ഞു. പക്ഷേ അതിന് ശേഷം നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ 1-2 ഫുഡൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇത്തവണ നമ്മൾ ആദ്യം തന്നെ ഫുഡിൻ്റെ ഓർഡറൊക്കെ കൊടുത്തു. ഫ്ലൈറ്റ് കയറിയ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, എത്ര കേക്ക് ഉണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ വിഷ്ണു വേറൊരു മനുഷ്യനാണെന്നുള്ളത്. മിണ്ടില്ല, സംസാരിക്കില്ല, അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ കഴിഞ്ഞ ഏകദേശം 1 കൊല്ലമായിട്ട് നമ്മൾ ട്യൂഷനായിട്ടാണല്ലോ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ 1-2 തവണത്തെ ട്രാവലൊക്കെ നമുക്ക് ഫുൾ ഇവനെ വെച്ച് മാത്രമായിരുന്നു. പക്ഷെ ഇത്തവണ എന്തോ ഇവൻ ഉറങ്ങിപ്പോയി. അപ്പോൾ വിഷ്ണു ഫുൾ ചില്ലിങ്ങാണ്, ഒരു രക്ഷയില്ല. ഞാൻ കുറേ നേരം ഈ കണ്ടിരുന്ന് എൻജോയ് ചെയ്യണോ. വിഷ്ണു ഇങ്ങനെ എന്താ പറയുക, പടം കാണുന്നു, ഡ്രിങ്ക്സ് ഓർഡർ ചെയ്യുന്നു, പിന്നെയും പടം കാണുന്നു, പിന്നെ ഫുഡ് കഴിക്കുന്നു, അങ്ങനെയൊക്കെ. ഞാൻ എന്തെങ്കിലും 1-2 വർത്താനൊക്കെ ചോദിച്ചു കഴിഞ്ഞാണല്ലോ പിന്നെ നാട്ടിലെത്തിയിട്ട് സംസാരിക്കാറ്. അപ്പോൾ അത്രയേ ഉള്ളൂ. പക്ഷെ താൻ ഭയങ്കര എൻജോയ് ചെയ്യണ്ടായിരുന്നു അല്ലേ? അല്ലേ, ഭയങ്കര അടിപൊളിയായി ഫുഡൊക്കെ കഴിച്ച് ഭയങ്കര റിലാക്സ് അല്ലേ. റിയലി ഗുഡ് ആയിരുന്നു. ആൻഡ് താൻ എൻജോയ് ചെയ്യുന്നത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് യൂഷീനെ ഫുൾ ഞാൻ തന്നെ ഇന്ന് നോക്കിയത്. ഫുഡ് എനിക്ക് ഒന്ന് വാഷ്റൂം പോയി വരാൻ ഒരു ആഗ്രഹമുണ്ട്. ഞാൻ ഇവിടെ സ്റ്റക്കായി ഇരിക്കണം കഴിഞ്ഞ കുറച്ച് നേരമായിട്ട്. എൻജോയ് ചെയ്തില്ലേ? താങ്ക്സ് പറഞ്ഞത് എന്തിനോടൊന്നും അറിയോ, മറ്റേ കർക്കിടക സാധനം ഇവിടെ ഒപ്പം ഞാനും ഉറങ്ങി തന്നെ. ഞാൻ ഒന്ന് കൺട്രോൾ ചെയ്തോണ്ടാണ് എന്റെ ഉറക്കം പോയത്. എനിക്ക് അറിഞ്ഞോളൂ ഞാൻ പറഞ്ഞ എത്ര ഓഡിയബിളാന്നുള്ളത്. എന്റെ മൈക്ക് ബാഗിൽ ഇരിക്കുന്നുണ്ട്, അത് എടുത്തരുമോ? ഞാൻ മൈക്ക് വെച്ച് വർത്താനം പറയും. ഞാൻ കഴിഞ്ഞ കുറച്ച് മണിക്കൂറായിട്ട് ഈ ഒരു പൊസിഷനിൽ സ്റ്റക്കാണ്. ബേബി സ്ലീപ്പിംഗ്. തുടക്കത്തിൽ എനിക്ക് അത്ര വിശക്കുന്നുണ്ടായിരുന്നില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ വിഷ്ണു കഴിക്കുന്നതൊക്കെ കണ്ടിട്ടാ തോന്നുന്നു നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ സൂപ്പ് ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ക്രീമിയൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി സൂപ്പായിരുന്നു. വിഷ്ണു ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് ഒരു വായ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേ എനിക്കിങ്ങനെ എൻ്റെ ഊഴമാവാൻ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു സൂപ്പ്. പിന്നെ അതിൻ്റെ ഒപ്പം അവർ ഗ്രില്ല് ചെയ്ത ഒരു കിങ് ഫിഷിൻ്റെ ഒരു കുഞ്ഞു പീസ്, പിന്നെ അതേപോലെ തന്നെ റോസ്റ്റഡ് ചിക്ക് അങ്ങനത്തെ 1-2 ഐറ്റംസും കൂടെ ഒപ്പം അവർ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിൻ കോഴ്സായിട്ട് ഞാനൊരു റൈസും ഒരു പ്രോൺസ് കറിയാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റൈസ് ഒരു സാധാരണ ഒരു ഫ്ലേവേർഡ് റൈസ് ആയിരുന്നു, നല്ലായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ പ്രോൺസിൻ്റെ കറി ഒരു രക്ഷയില്ല കേട്ടോ. നല്ലൊരു തന്തൂരി പ്രോൺസ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട്. റെസ്റ്റോറൻ്റ് ആണെങ്കിൽ ഞാൻ 1-2 പ്ലേറ്റും കൂടെ ഓർഡർ ചെയ്ത് തന്നെ. പിന്നെ ഡെസേർട്ടൊക്കെ കഴിച്ച് അങ്ങനെ നമ്മളിനി ഒമാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിഷ്ണു യുവി നല്ല ഉറക്കമായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വ്ളോഗ് ഞാൻ വലിച്ചു നീട്ടുന്നില്ല. അടുത്ത വ്ളോഗ് നമ്മൾ ഒമാൻ നാട്ടിലോട്ടുള്ള ട്രാവൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനിമലയാളി, ടാറ്റാ. അപ്പോൾ ഒട്ടും എഴുകാതെ അടുത്ത വ്ളോഗിൽ നാട്ടിലെത്തിയിട്ട് നമുക്ക് എല്ലാവരെയും കാണാം കേട്ടോ. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ സമയം കളയുന്നില്ല, പെട്ടെന്ന് തന്നെ കാണാം. ടാറ്റാ.